ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൈനാപ്പിൾ റൈസ്. അതിന് വേണ്ടുന്ന റൈസ് നമ്മൾ വെള്ളത്തിൽ കൊതിച്ച് വെച്ച് കഴുകി വാരി എടുത്തിട്ടുണ്ട്. പൈനാപ്പിളും എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പൈനാപ്പിൾ കട്ട് ചെയ്യാം. പൈനാപ്പിൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് പൈനാപ്പിൾ റൈസ്. അതിനാവശ്യമുള്ള ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും നമ്മൾ എടുത്തിട്ടുണ്ട്. പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കാഷ്യൂനട്ടൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ചെയ്തെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചരുവം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചരുവം ചൂടായി വരുന്നു. അതിലേക്ക് നമ്മൾ വറുത്ത എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും സവാള ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. സവാള ഒരു സോഫ്റ്റ് ആകുന്നിടം വരെ വഴറ്റിയെടുത്താൽ മതി. ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൈനാപ്പിൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഇതിലേക്ക് നമുക്ക് ഇനിയും കഴുകി വാരി വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ 6 ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നമ്മൾ പൈനാപ്പിളും റൈസും ഒന്നിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒന്നിച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ പൈനാപ്പിളിൻ്റെ ആ ഫ്ലേവർ ഒന്ന് റൈസിലേക്ക് പിടിക്കും. ഇതിലേക്ക് നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം.
ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ തിളയ്ക്കുന്നിടം വരെ അടച്ചു വെച്ച് വേവിക്കാം. നമുക്കൊന്ന് റൈസ് തുറന്നു നോക്കി ചെക്ക് ചെയ്യാം. റൈസ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. റൈസ് നമുക്ക് തുറന്നു നോക്കി ഒന്ന് ചെക്ക് ചെയ്യാം. റൈസ് ഏകദേശം ആയി വന്നിട്ടുണ്ട്. റൈസ് ആയി വന്നിട്ടുണ്ട്. പൈനാപ്പിൾ റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ കാഷ്യൂനട്ട് എല്ലാം വറുത്ത സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. റൈസ് റെഡിയാണ്. ഇതുപോലെ നിങ്ങളും തയ്യാറാക്കാൻ ശ്രമിക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് പൈനാപ്പിൾ റൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.